അപ്പോൾ ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം, ഛന്ദഃ, ജ്യോതിഷം. ജ്യോതിഷം സമയനിർണയത്തിൻ്റെ ശാസ്ത്രമാണ്. സമയനിർണയം നേരത്തെ പറഞ്ഞു, വൈദികങ്ങളായ കർമ്മങ്ങൾ നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായശ്ചിത്തങ്ങളാണ്. ഈ കർമ്മങ്ങൾക്ക് സമയനിർണയം ആവശ്യമാണ്. 4നും സമയനിർണയമുണ്ട്. സമയം വേണം, സമയത്ത് വേണം ചെയ്യുക, അസമയത്ത് ചെയ്യരുത്. അസമയത്ത് ചെയ്തുകൂടെയെന്ന് ചോദിച്ചാൽ അവിടെ ആപദ്ധർമ്മങ്ങളെപ്പറ്റി വേറെ പ്രകരണമുണ്ട്. ആപദ്ധർമ്മം വേറെ പ്രകരണത്തിലാണ്. അപ്പം ആപത്ത് വന്നു വെച്ചാൽ അപ്പം നമുക്ക് എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പം സാധാരണഗതിയിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. മനസ്സിലായില്ല? ആപദ്ധർമ്മത്തിൽ അത് വേറെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങൾ എപ്പോൾ അനുഷ്ഠിക്കണം? എപ്പോൾ അനുഷ്ഠിച്ചാൽ അത് ഗുണകരമാകും? ഇത് ഒട്ടനവധി ഘടകങ്ങളുടെ അപേക്ഷയിലാണ്. കാരണം നമ്മൾ ആരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരല്ല. നമ്മുടെ ആവാസം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയെ സ്വാധീനിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. ഗ്രഹങ്ങൾ. ഓരോ ഗ്രഹത്തിൻ്റെയും അത് നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും കൊള്ളാം, നക്ഷത്രം എന്ന് വിളിച്ചാലും കൊള്ളാം, ഉപഗ്രഹം എന്ന് വിളിച്ചാലും കൊള്ളാം, എന്ത് വിളിച്ചാലും കൊള്ളാം, അതിൻ്റെ സ്വാധീനം നമുക്കുണ്ട്. ചന്ദ്രൻ്റെ സ്വാധീനം ഏറ്റവും അധികം നമുക്കുണ്ട്, ഏറ്റവും അധികം. നമ്മുടെ ശരീരം തന്നെ ബഹുഭൂരിഭാഗവും 3/4 ഭാഗവും ജലമാണ്. അപ്പോൾ കുളത്തെയും കിണറിനെയും കായലിനെയും സമുദ്രത്തെയും ചന്ദ്രൻ്റെ ആകർഷണ വികർഷണങ്ങൾ ബാധിക്കുമെങ്കിൽ ഈ ദേഹത്തെ ബാധിക്കില്ലേ? ഉണ്ടല്ലോ, ഇല്ലയെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇതിനൊക്കെ നമുക്ക് എതിർക്കാൻ എളുപ്പം കഴിയും. അല്പം ചിന്തിച്ചാൽ എതിർക്കില്ല. അപ്പം ഈ സ്വാധീനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഓരോന്നിനും വേണ്ട സമയം ഏതാണ്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഹോമം ചെയ്യേണ്ടത് ഏത് സമയത്ത്, അത് നിത്യമായതും കാമ്യമായതും വ്യത്യാസമുണ്ട്. അവയ്ക്ക് വ്യത്യാസമുണ്ട്. അവയതെ കാമ്യത്തിൽ തന്നെ പലതരത്തിൽപ്പെട്ട ഭേദങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സമാജത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ട കർമ്മങ്ങൾ ഒരുപാടുണ്ട്. ശത്രുവെ നശിപ്പിക്കാനുള്ള കർമ്മങ്ങളും ഉണ്ട്. വേണ്ടാന്ന് പറയാൻ പറ്റുമോ? വേണ്ടാന്ന് പറയാൻ പറ്റില്ല. രാജാക്കന്മാരാകുമ്പോൾ അതൊക്കെ വേണ്ടി വരും, വേണ്ടാന്നൊന്നും പറയരുത്. ഇതൊക്കെ ഉണ്ട്, എല്ലാം വേദത്തിലുണ്ട്. അപ്പോൾ അതിനുള്ള സമയം വ്യത്യാസം ഉണ്ടാവും. നാട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ പകലങ്ങൾ ചെയ്തോളൂ, ആരും അറിയാണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഏതാ? അങ്ങനെയില്ലേ? ഇല്ല, എല്ലാത്തിലുണ്ട്. അഥർവവേദ പ്രസിദ്ധങ്ങളായിട്ട് ഒരുപാട് കർമ്മങ്ങളുണ്ട്. മാരണവും ഉച്ചാടനവും ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയരുത്. അപ്പം നിത്യനൈമിത്തിക കാമ്യ പ്രായശ്ചിത്താദികളിൽ ഓരോന്നിനും വേണ്ട സമയം നിർദ്ധാരണം ചെയ്യണം. അതിന് അനേക ഗ്രഹങ്ങളുടെയും മറ്റും പ്രാതികൂല്യ ആനുകൂല്യ ഭാവങ്ങളെ ചിന്തിക്കണം. അത് മുഴുവൻ ജ്യോതിഷത്തിൻ്റെ വിഷയമാണ്. ജ്യോതിഷം ഒരു മഹാസമുദ്രമാണ്, വ്യാകരണം പോലെ തന്നെ. എത്ര ആചാര്യന്മാരാ പ്രവർത്തിച്ചത് അതിൽ. ജ്യോതിഷം ഇങ്ങനെ 6: ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദഃ, ജ്യോതിഷം. ഇവയാണ് 6 ശാസ്ത്രങ്ങൾ അഥവാ 6 അംഗങ്ങൾ. വേദാംഗങ്ങൾ എന്നും ഇവയെ പറയും, ഷഡ്ശാസ്ത്രങ്ങളെന്നും ഇവയെ പറയും.